ഇൻസ്റ്റാഗ്രാമിലായിരുന്നു അതിഷ ഇത് ഐസ് ബാത്തിന്റെ കണ്ടത്. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഫീഡിൽ വരും. അപ്പൊ എനിക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അല്ലാതെ തന്നെ എനിക്ക് ഡിപ്രഷന്റെ അല്ലാതിന്റെയൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്ന ആളാണ്. മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലാണ്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും എന്തിനാ എല്ലാം എന്നുള്ള ചിന്ത, കൺഫ്യൂഷനാണ് എന്റെ മെയിൻ. അപ്പൊ ആ കൂട്ടത്തില് ഇത് കണ്ടപ്പോഴും വേണോ വേണ്ടേ എന്താ അങ്ങനെയൊക്കെ. പിന്നെ ഒരു ജസ്റ്റ് ഒരു ചായ കുടിക്കാനോ ഫുഡ് കഴിക്കാനോ റിലാക്സ് ചെയ്യാൻ പോണ പോലെ ജസ്റ്റ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് ഓർത്തിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ ഫാൻ പോലും ഇട്ട് കിടക്കാത്ത ഒരാളാണ്. അപ്പൊ ഫാനിന്റെ കാറ്റും തണുപ്പും പോലും എനിക്ക് പറ്റാറില്ല. ഞാനപ്പോ എനിക്ക് പെട്ടെന്ന് എനിക്കൊന്ന് ഓർത്തു. പക്ഷെ ഞാൻ ഇരുന്നിട്ട് എനിക്കൊരു റിലാക്സേഷൻ കിട്ടി. പക്ഷെ എന്നിട്ട് എനിക്ക് എന്താ എന്റെ ബ്ലോക്ക് ഒക്കെ എന്തോ അല്ലെങ്കിൽ എനിക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ കുറെ നേരം ഇരിക്കാൻ പറ്റി. പക്ഷെ അതിൽ നിന്ന് എനിക്ക് എന്താ റിലീഫ് കിട്ടിയില്ല. അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ആ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇരുന്നു. അപ്പോൾ ആ മാം എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി ഇരുന്നു. മാം ജോഹര മാം ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പൊ മാം അവസാനം ആരും ഇല്ലാതെ കാമായ സ്ഥലത്ത് എന്നെ മാത്രം ഇരുത്തി എന്നെ രണ്ടാമത് ഇരുന്നപ്പോൾ എനിക്ക് ശരിക്കും റിലീഫ് കിട്ടി. അപ്പൊ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇനിയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഞാൻ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.